സ്വാഗതം സ്പീഡ് ന്യൂസിലേക്ക്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. കല കൊല്ലപ്പെട്ടത് എറണാകുളത്ത് നിന്ന് മാന്നാറിലേക്കുള്ള യാത്രാമധ്യേ. കൊലപാതകത്തിൽ പോലീസ് ആദ്യം സംശയിച്ചത് കലയുടെ ആൺസുഹൃത്തിനെ. ഭർത്താവ് അനിൽകുമാറിലേക്ക് പോലീസ് എത്തിയത് മുഖ്യസാക്ഷി സുരേഷിന്റെ മൊഴിയിൽ നിന്ന്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 12 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് കോളേജ് സ്വദേശി മൃദുൽ. ഹാത്രസിലെ കൂട്ടമരണത്തിൽ ആൾദൈവം ബോലെ ബാബയെ സംരക്ഷിച്ച UP പോലീസ്. ബോലെ ബാബയ്ക്കെതിരെ കേസില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിന് സമിതി രൂപീകരിച്ച ഗവർണർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തം. ഇന്ന് SFIയുടെ രാജ്യവ്യാപക പ്രതിഷേധം. ഒരാൾ കൂടി അറസ്റ്റിൽ. BJPക്കും കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയായി ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകും. സോറൻ മുഖ്യമന്ത്രിയാകുന്നത് ED കേസിൽ ജാമ്യം ലഭിച്ചതോടെ. AKG സെന്റർ ആക്രമണ കേസിൽ മുഖ്യ സൂത്രധാരൻ സുഹേൽ ഷാജഹാനുമായി ഇന്ന് തെളിവെടുപ്പ്. യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലായത് ദില്ലി എയർപോർട്ടിൽ നിന്ന്. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം ദില്ലിയിലെത്തി. തിരിച്ചെത്തിയത് പ്രത്യേക വിമാനത്തിൽ. ഗംഭീര വരവേൽപ്പ് നൽകാൻ ആരാധകർ. വൈകിട്ട് മുംബൈയിൽ ആഘോഷവും റോഡ് ഷോയും. തിരുവല്ല നഗരസഭയിൽ റീൽസ് ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് നിർദ്ദേശം നൽകിയതായി മന്ത്രി MP രാജേഷ്. ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റീൽസ് ചിത്രീകരിച്ചത്. അവധി ദിനത്തിലും ജോലിക്കെത്തിയ ജീവനക്കാരെ അഭിനന്ദിച്ചു മന്ത്രി. ലോകവ്യാപകമായി ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗത്തിനും ദുരുപയോഗത്തിനുമെതിരെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ക്യാമ്പയിനുകളും. സംസ്ഥാനത്തിന് അഭിമാനമായി രാജ്യത്തെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് കേന്ദ്രമായിരിക്കുകയാണ് കോഴിക്കോട് കക്കോടി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ഹോസ്റ്റലിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ രംഗത്ത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നില്ലെന്ന പരാതിയിൽ ഇടപെടുമെന്ന കേരള ന്യൂനപക്ഷ കമ്മീഷൻ. സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗം P. റോസ. റബ്ബർ വില ഉയർന്നിട്ടും ഗുണം ലഭിക്കാതെ കർഷകർ. റബ്ബർ ഷീറ്റിനെ മറികടന്ന് ലാറ്റക്സ് വില ഉയരുമ്പോൾ വിൽക്കുവാൻ കർഷകരുടെ കയ്യിൽ ഉൽപ്പന്നമില്ലാത്ത സ്ഥിതി. പ്രതിസന്ധിക്ക് കാരണം പ്രതികൂല കാലാവസ്ഥ മൂലം ആഭ്യന്തര ഉൽപാദനം നടക്കാത്തത്. കോഴിക്കോട് മുക്കോളിയിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്ന സംഭവം. സംരക്ഷണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ഭിത്തി തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാനും തീരുമാനം. മഞ്ഞുമൽ ബോയ്സ് ചിത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സൗബിൻ ഷാഹിറിന്റെ സ്ഥാപനത്തിൽ ED റെയ്ഡ്. സൗബിൻ പങ്കാളിത്തമുള്ള യൂട്സ് കാറിന്റെ ഷോറൂമിലായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയക്കെടുതി അതിരൂക്ഷം. പ്രളയത്തിൽ മുങ്ങിയ അസമിൽ വ്യോമസേന രക്ഷാപ്രവർത്തനം ശക്തമാക്കി. ഇതുവരെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 48ആയി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുനരുദ്ധാരണ നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം. പ്രത്യേക ഒറ്റത്തവണ വായ്പാ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനം. മൂന്നാറിലേക്ക് തിരികെ എത്തി പടയപ്പ. കാട്ടാനെത്തിയത് മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിൽ. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിൽ ടാലന്റ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ ഉദ്ഘാടനം സിനിമാ താരവും മോഡലുമായ വിയാൻ മംഗലശ്ശേരി നിർവഹിച്ചു.
വൈക്കോൽ കയറ്റി ഗൂഗിൾ മാപ്പിൽ വഴി നോക്കിപ്പോയ ലോറി കുടുങ്ങി. തമിഴ്നാട്ടിൽ നിന്നും വൈക്കോലുമായി പാലക്കാട് കരുവാക്കുണ്ടിലേക്ക് പോയ ലോറിയാണ് റോഡിൽ കുടുങ്ങിയത്. പത്തനംതിട്ട കുമ്പനാട് പ്രവർത്തിക്കുന്ന ബിറ്റ്യൂമിൻ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. ജനകീയ സമരസമിതിയും ഡിവൈഎഫ്ഐയുടെയും നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. മലപ്പുറത്ത് അടച്ചിട്ട വീട്ടിൽ കവർച്ച. വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണവും പണവും കവർന്നു. വീട്ടുകാർ ആശുപത്രിയിലേക്ക് പോയ നേരത്തായിരുന്നു മോഷണം. കൊല്ലം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. ആദരവ് 2024 എന്ന പേരിട്ട പരിപാടി സംഘടിപ്പിച്ചത് 19th ബോയ്സ് ബാച്ചിന്റെയും PTA-യുടെയും നേതൃത്വത്തിൽ. പരിപാടി ഉദ്ഘാടനം ചെയ്ത ചവറ MLA ഡോക്ടർ സുജിത് വിജയൻ പിള്ള. കാർ സ്കൂട്ടറിലിടിച്ച അപകടം. കാട്ടാക്കട അന്തിയൂർക്കോണം റോഡിലാണ് സംഭവം. ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി. സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും 2ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് തെരുവ് നായ ആക്രമണം. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ കാലിന് പരിക്ക്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സിനിമാ സെറ്റിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു മൂലം പരിസര മലിനീകരണം ഉണ്ടായതായി പരാതി. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ സെറ്റിന്റെ അവശിഷ്ടങ്ങളാണ് കൂട്ടിയിട്ട് കത്തിച്ചത്. FACTയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു സംഭവം. ഉറങ്ങിക്കിടന്ന ഭാര്യയെ തീയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ്. സംഭവത്തിൽ ഭർത്താവിനെ ആലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് വാളാട് സ്വദേശി മനോജ്. കേരള മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഒരുങ്ങാൻ തയ്യാറെടുക്കുന്നു. തലശ്ശേരി ഡ്രൈവിംഗ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് നടപടി. മലബാർ മിൽമയുടെ ജീവൻ പദ്ധതിക്ക് തുടക്കമായി. കോഴിക്കോട് ഡയറി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മിൽമ ചെയർമാൻ KS മണി ഗ്രാന്റ് കൈമാറി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. പാൽ സംഭരണം നന്നേ കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ജീവൻ. കോഴിക്കോട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി പുതിയ നിയമം BNS പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പഠന ക്ലാസ് നടന്നത്. തൃശൂർ റേഞ്ച് എക്കണോമിക് ഒഫൻസ് വിംഗ് പോലീസ് സൂപ്രണ്ട് ജോസി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവ നേതൃത്വവുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്ന ആവശ്യപ്പെട്ട തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച യോഗം ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക അനാമിക സജീവന്റെ കേതകി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രകാശനം കഥാകൃത്ത് KS രതീഷ് കൊല്ലത്ത് പ്രസ് ക്ലബിൽ വെച്ച് നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി തേലമ്പറ്റ കൃഷ്ണൻ നമ്പൂതിരി കുഴഞ്ഞു വീണ് മരിച്ചു. 75 വയസ്സായിരുന്നു. പുലർച്ചെ 2 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ ജോലികൾ ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മുതിർന്ന BRS നേതാവും രാജ്യസഭാ MPയുമായ K കേശവറാവു കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് കേശവറാവുവിന്റെ കോൺഗ്രസിലെ പുനഃപ്രവേശനം. ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജയിൽ മോചിതനായ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയേക്കും. മുഖ്യമന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച ഇന്ത്യ സഖ്യ MLA-മാരും നേതാക്കളും സമവായത്തിലെത്തിയതിനെ തുടർന്നാണ് പുതിയ നീക്കമെന്ന വിവരം. ബീഹാറിലെ സിവാൻ ജില്ലയിൽ ഇന്നലെ തകർന്നത് 3 പാലങ്ങൾ. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ 7 പാലങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകൾ. അപകടത്തിൽ ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി.ജെ.പി. നടത്തിയ പ്രതിഷേധത്തിനിടെ അഹമ്മദാബാദിൽ ബി.ജെ.പി. കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പഞ്ചാബിൽ നിന്നുള്ള സ്വതന്ത്ര എം.പി. അമൃത്പാൽ സിംഗ് ജൂലൈ 5-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ജയിലിൽ കഴിയുന്നതിനാൽ അമൃത്പാലിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മുംബൈയിൽ വൻ ലഹരി മാഫിയ സംഘം അറസ്റ്റിൽ. 327 കോടിയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 15 പേരെ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.